മാഹി സ്വദേശിയായ യുവതി നൽകിയ പരാതിയിന്മേലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പരാതി നൽകിയിരിക്കുന്നത് ഈ 23/12/2024, അതായത് ഡിസംബർ 23 ഈ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ. ആ വീഡിയോയിലാണ് ഈ യുവതിയെ പറ്റി വളരെ മോശമായ രീതിയിലും അപകീർത്തികരമായ രീതിയിലും ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തത്. ഹണി ട്രാപ്പിലൂടെ പലരെയും ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ കുരുക്കി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ത്യയിൽ ഒരു സാധാരണ പൗരനും മാധ്യമ പ്രവർത്തനവും ഒക്കെ ഒത്തിരിയധികം ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ രാജ്യം നൽകുന്നുണ്ട്. ഇപ്പം ഷാജൻ സ്കറിയയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇന്ന തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ ഇന്ന രീതിയിലുള്ള തട്ടിപ്പിലും കൂടെ ഭാഗമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പ്രൂഫൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചിട്ട് ചുമ്മാ അടിച്ചു വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു ആരോപണം ആർക്കെതിരെയാണ് ഉണ്ടാവുന്നത് അയാൾക്ക് നിയമ നടപടിയായിട്ട് പോകാനായിട്ടുള്ള റൈറ്റ് രാജ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഷാജന് തോന്നുന്നതെല്ലാം വിളിച്ചു പറയാനായിട്ടും ഷാജന്റെ ഫാൻസിന് കുളിർമ ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള ചില കഥകൾ മെനയാനായിട്ടുള്ള ഒരു സൗകര്യമൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൊടുത്തിട്ടൊന്നുമില്ല. മറുനാടിന് ഷാജനെ പോലുള്ള മാധ്യമപ്രവർത്തകരും ഭരണപക്ഷത്തിനെതിരെ പറയുന്ന മാധ്യമപ്രവർത്തകരും ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് തന്നെയാണ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുകയല്ല വേണ്ടത്. പക്ഷെ അവരുടെ കടന്നുകയറ്റം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് എതിരായിട്ട് മാറുന്ന സമയത്ത് അതിനെതിരെ ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്.